നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയുമെന്ന് ആലോചിച്ച് ജീവിക്കാതിരിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അവരെന്ത് പറയുമെന്ന് ആലോചിച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. അവരെന്തായാലും പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ 2-3 എക്സാമ്പിൾസ് പറയാം. ഇപ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് വെച്ചു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അവരെ പറയും തടിച്ച് വല്ലാത്തൊരു രൂപമായിട്ടുണ്ട്, വല്ലാതെ ഇരിക്കുന്നു എന്ന് പറയും. ഇനിയിപ്പോൾ നിങ്ങൾ മെലിഞ്ഞിട്ടാണ്, കുറച്ച് വെയിറ്റ് കുറഞ്ഞാണെങ്കിൽ പറയും അവർക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് മെലിഞ്ഞുണങ്ങി എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയും. അപ്പോൾ ഇത് 2 കേസായാലും ആരും പറയാതിരുന്നോ? ഇല്ല, അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ പറയുകയാണ്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡ് എടുത്തിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയും അവൾ ഭയങ്കര സ്വാർത്ഥയാണ്, സെൽഫിഷാണ്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പറയും. അതേപോലെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സക്സസ്ഫുൾ ആവുകയാണ്, അങ്ങനെയാണെങ്കിൽ പറയും അവൾക്ക് നല്ല ഭാഗ്യം ഉണ്ടായിട്ടാണ് അവൾ സക്സസ്ഫുൾ ആയതെന്ന് പറയും. എന്ത് കാര്യമാണെങ്കിലും അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പം നിങ്ങൾ അധികം സംസാരിക്കാതെ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ ആൾക്കാർ എന്താ പറയുന്നത്, അവൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡ്, അവൾക്ക് ഭയങ്കര ഗമയാണെന്ന് പറയും. ഇപ്പം നിങ്ങൾ കൂടുതലായിട്ട് കുറച്ച് സംസാരിക്കുന്നതെന്ന് വെച്ചോ, നന്നായിട്ട് സംസാരിച്ച് എല്ലാവരോടും കൂടുതലായിട്ട് ഇടപഴകുന്നുണ്ടെങ്കിൽ അവരെന്താ പറയും, വല്ലാത്ത ശല്യം തന്നെ, അനോയിങ് ആണ്, വല്ലാത്ത കഷ്ടം തന്നെയെന്ന് പറഞ്ഞ് ഇങ്ങനെ സൗണ്ടും സംസാരവും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ എന്താണെങ്കിലും അവർ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കേസിൽ അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നന്നായിട്ട് ഒരു പ്രസൻറ്റബിളായിട്ട് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും പോവുകയാണെങ്കിൽ പറയും ആര് കാണിക്കാൻ വേണ്ടിയാണ് അവളിങ്ങനെ ഒരുങ്ങി നടക്കുന്നതെന്ന് പറയും. പക്ഷേ ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കെയർ ചെയ്യാതെ നടക്കുകയാണെങ്കിൽ അവർ പറയും നമുക്കൊരു പേഴ്സണാലിറ്റി ഇല്ല, എന്തായാലും പറയും.